ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാ നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റൊട്ടി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുഴക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇതൊരു 6 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം. കാരണം ഇത് ഫില്ലിങ് വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇതെടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മുരിങ്ങ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. എന്നാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും. നമുക്ക് നോക്കി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവെടുത്ത് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ബോൾസ് ആക്കി വെക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കണം. നല്ല തിന്നായിട്ട് തന്നെ പരത്തണം. ഇനി നമുക്കിത് റൗണ്ടായിട്ട് പരത്തിയെടുത്തതിന് ശേഷം സെൻട്രലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതെല്ലാം ഇതുപോലെ തന്നെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് വെച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.